മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 8 and 9. ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്തു നടന്നു. ഫ്രാൻസിൽ ജനിച്ച ലൂയി ബ്രെയിൽ അതിസുന്ദരനായ ഒരു ബാലനായിരുന്നു. 3 വയസ്സിൽ തന്നെ പല നല്ല കാര്യങ്ങളും കണ്ട് പഠിക്കാനും അതിസമർത്ഥമായി അവയെ അനുകരിക്കാനും അവൻ പഠിച്ചു. പക്ഷേ വലിയൊരു ദൗർഭാഗ്യം ആകസ്മികമായി ആ ബാലനെ ആക്രമിച്ചു. ഇരുമ്പ് പണിയിൽ വ്യാപൃതനായിരുന്ന പിതാവിന്റെ ആലയിലേക്ക് ഒരു ദിവസം ലൂയി കടന്നു ചെന്നു. അപ്പൻ ജോലിക്കിടയിൽ തന്നെ സന്തോഷത്തോടെ മകനെ സ്വീകരിച്ചു. എങ്കിലും തീയുടെ അടുത്തേക്ക് വരരുതെന്ന് സ്നേഹപൂർവ്വം അവനെ ഉപദേശിക്കാനും മറന്നില്ല. ബാലൻ അല്പം മാറിയിരുന്ന് തറയിൽ കിടന്ന സ്ക്രൂ ആണികളുടെ ഭംഗിയും വലിപ്പവും നോക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ലൂയി കണ്ണൊന്ന് തുടച്ചു. ഒരു ഇരുമ്പ് തരി എങ്ങനെയോ ബാലന്റെ കണ്ണിൽപ്പെട്ടു. അവൻ തുടർച്ചയായി കണ്ണ് തിരുമ്മ് കൂടി ചെയ്തതോടെ കണ്ണിന് കഠിനമായ നീറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങി. ലൂയിയുടെ അസ്വസ്ഥതയും ഏങ്ങിക്കരച്ചിലും കേട്ട് പിതാവ് അമ്പരന്നു. കണ്ണിൽ പൊടിയോ കരടോ മറ്റോ പോയതാകാമെന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ട് വേണ്ട ചികിത്സകളൊന്നും നടത്തിയില്ല. എന്നാൽ 2 ദിനം കഴിഞ്ഞതോടെ ലൂയിക്ക് ആ കണ്ണ് തുറക്കാൻ പോലും പറ്റാതായി. സെപ്റ്റിക് ആയതോടെ ആ കണ്ണ് ഇരുളടഞ്ഞു. മറ്റേ കണ്ണിനും അധികം വൈകാതെ പഴുപ്പ് ബാധിക്കുകയും ക്രമേണ ആ കണ്ണിന്റെ കാഴ്ചശക്തിയും നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ബാല്യത്തിൽ തന്നെ അന്ധനായി തീർന്ന ലൂയി ബ്രെയിലിനെ ഒരു വൈദികനാണ് ഏറ്റെടുത്ത് പഠിപ്പിച്ചത്. പാഠങ്ങൾ കേട്ടു പഠിക്കാൻ അതിസമർത്ഥനായ ലൂയിക്ക് കഴിഞ്ഞു. തന്നെപ്പോലുള്ള അന്ധരായ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ലൂയി ആഗ്രഹിക്കാൻ തുടങ്ങിയത് അക്കാലത്താണ്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമം ആ ബാലൻ ആരംഭിച്ചു. അങ്ങനെയാണ് അന്ധർക്ക് വിരൽ കൊണ്ട് വായിക്കാൻ കഴിയുന്ന ലിപിയുടെ തുടക്കം. ഇന്ന് ലക്ഷക്കണക്കിന് അന്ധർക്ക് ലൂയിയുടെ ഈ ബ്രെയിലി ലിപി വിജ്ഞാന വെളിച്ചം പകരുന്നു. ഉത്കൃഷ്ട ചിന്തകളുള്ളവർ ഒരിക്കലും തനിച്ചല്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.